നമുക്ക് കേട്ടോ അയലയുണ്ട്, അത് നമുക്ക് പൊരിക്കാം. നൊത്തോലി, മാങ്ങയും മുരിങ്ങയ്ക്ക ഇട്ട് വയ്ക്കാം. പിന്നെ ഇച്ചിരി പുളിമുളം വയ്ക്കാം, നല്ലോണം അരച്ച്. തേങ്ങ തിരി വെച്ച് നമുക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. പിന്നെ ഒരു പാവയ്ക്കുണ്ട്, അത് നമുക്ക് മെഴുക്കും വരട്ടാം. മുരിങ്ങയ്ക്ക മാങ്ങ ഇരിപ്പുണ്ട്, നൊത്തോലിയിലൂടെ ഇടാം. പുളിമുളം വയ്ക്കാം, അതിന് നൊത്തോലി പുളിമുളം വയ്ക്കാം. അതിന് നല്ല മുളക്, ഉള്ളി ഇത്രയും കൊച്ചുള്ളി വേണം കേട്ടോ. പിന്നെ ഒരു രണ്ട് എത്ര പുളി, പിന്നെ ഒരു ചെറിയ തക്കാളി. വലിയ തക്കാളി ആണെങ്കിൽ അരമുറി മതി, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു സ്പൂണും 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി 1 സ്പൂണ്, 3/4 സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. നല്ലോളം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. എനിക്കിതിലാകുമ്പോൾ അളവറിയാം ഇടുമ്പോൾ. മഞ്ഞൾപ്പൊടി ഇടണം, ഒരു 1/4 മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിക്കാം, പൊടിച്ചിട്ട് പിന്നെ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. പുളി മുളത്തിന് ഇങ്ങനെ അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറിക്കൊരു കുറുവൽ കിട്ടും, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും കറി. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് കലക്കി അടുപ്പി വെച്ച് പറ്റിച്ച മീനൊക്കെ ഇട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു തേങ്ങ അരച്ച് നമ്മൾ കറി വയ്ക്കുന്ന കണക്ക് കുറുവൽ കിട്ടും കേട്ടോ. അതിനാണ് ഇങ്ങനെ അരയ്ക്കാൻ പറയുന്നത്. മിക്സിയിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, അവിടെ കിടന്ന് തിളക്കിയിട്ട് കേട്ടോ. നമ്മുടെ പുളിമുളം തിളയ്ക്കുന്നുണ്ട്, ഉണ്ടാ പറ്റി വരട്ടെ, ഇച്ചിരി കൂടി പറ്റാണ്ട് കേട്ടോ. പറ്റിയിട്ടപ്പോൾ കടുക് വറുത്തൊഴിച്ച് കൊടുക്കാം, അപ്പോഴത്തേക്ക് കറി സെറ്റാവും. നമ്മുടെ പുളിമുളം കറി സെറ്റായിട്ടുണ്ട്. നമുക്ക് തീ അണയ്ക്കാം. കറിക്ക് കടുക് വറുക്കിയിടും. നമുക്ക് ഉള്ളിയും മുളകും കൂടി മൂക്കുമ്പോൾ കറിയിൽ ഒഴിക്കാം. കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്, കറി റെഡിയായി. നമ്മളാ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുരിങ്ങയ്ക്കയും തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കണം. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളക് അരിഞ്ഞില്ല. എന്നിട്ട് ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ കറി അവിടെ കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് മീൻ കണ്ടിച്ചിട്ട് വരാം. എന്തായാലും നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടക്കട്ടെ. പറ്റി വന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് ഇനി നമുക്ക് എടുത്ത് മാറ്റാം. കടുവൊന്നും മെത്തയല്ല, കറി പറ്റി വരുമ്പം ഇങ്ങനെ വരുന്നതാണ്. പുരട്ടി വെച്ചിട്ടുണ്ട് നൊത്തോലി, അയലയ്ക്കും അരപ്പ് പുരട്ടി. അരപ്പ് അറിയാമല്ലേ നിങ്ങൾക്ക്. പൊരിയട്ടെ. പാവയ്ക്ക കിടന്ന് വീക്ക് വരട്ടെ നമുക്ക് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കിടന്ന് ഒന്ന് തോലി പൊരിയട്ടെ. നൊത്തോലി പുളിമുളം വെച്ചതാണ്. പിന്നെ നമ്മൾ പച്ചക്ക രാവിലെ തോരൻ വെച്ചതാണ്. പിന്നെ മാങ്ങയും മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകും ഇട്ട് നൊത്തോലി വെച്ചതാണ്. പിന്നെ നൊത്തോലി പൊരിച്ചത്, പിന്നെ നമ്മളെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയത്, അയല പൊരിച്ചത്. അങ്ങനെ നൊത്തോലി പുളിമുളകും, അങ്ങനെ ഇത്രയും സാധനമാണ് ഞാനിന്ന് വെച്ചത്. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണിന് എല്ലാവരും പെട്ടെന്ന്